ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളതൊരു കുട്ടി ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ വഴി പെരിന്തൽമണ്ണയ്ക്കാണ്. അപ്പോൾ നീലേട്ടൻ്റെ വീട്ടിലോട്ടുള്ളൊരു യാത്രയാണ്. ഇതാ നമ്മൾ രാവിലെ വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, യൂഷ്വലി നമ്മുടെ വീട്ടിൽ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കാറുണ്ട്. അതൊരു പ്രത്യേക ഐശ്വര്യമാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നൈസ് റോഡിൽ കൂടിയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ആക്ച്വലി എനിക്ക് ഈ നൈസ് റോഡ് ഭയങ്കര ഇഷ്ടമാണ്. ബാംഗ്ലൂരിൻ്റെ എല്ലാ തിക്കും തിരക്കും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു കുളിർമയാണ് മനസ്സിന്. ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു രസമാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാനായിട്ട് ഭയങ്കര ലേറ്റായിപ്പോയി. പുലർച്ചെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇറങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു 8:30 ആയി. അപ്പോൾ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കദംബ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറുന്നത്. കയറി വരുമ്പോൾ തന്നെ ഇതാ ഇങ്ങനെ അവിടെ ഗണപതി ഉണ്ട്, അപ്പുറം ഇപ്പുറം 2 പേരുണ്ട്. ആരാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒരു ഉരുളിയിൽ നിറയെ റോസ് പൂക്കളും വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമുക്ക് മെനു കാർഡ് കൊണ്ടുത്തന്നപ്പോൾ തൊട്ട് കുഞ്ഞ് ഞങ്ങൾക്കൊന്നും തരാതെ അവൻ അതിനകത്ത് എന്താണ്ടൊക്കെയോ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനെന്താ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല, പക്ഷേ എല്ലാത്തിലും പോയിട്ട് വായിക്കാൻ നോക്കുന്നുണ്ട്. വായിക്കാനൊന്നും അറിഞ്ഞിട്ടല്ല കേട്ടോ, ചുമ്മാ പ്രഹസനം. ആകെ അവനറിയാവുന്നത് ദോശ ഇഡ്ഡലി എന്നൊക്കെയാണ്. അതിങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കുറേ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങളൊരു ദോശ അങ്ങ് പറഞ്ഞു. അങ്ങനെ ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഹൈവേ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡാണ് കേട്ടോ. ഇത്തവണത്തെ യാത്രയിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മൈസൂർ റോഡിൽ വന്നിട്ടുള്ള, അതായത് ഹൈവേയിൽ വന്നിട്ടുള്ള AI ക്യാമറാസ് ആണ് കേട്ടോ. അത് വന്നതുകൊണ്ടിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ വളരെയധികം ഒരു കംഫർട്ടബിളായിരുന്നു. സ്പീഡ് ലിമിറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സ്പീഡിൽ ഇങ്ങനെ പറന്നു പോകുന്നൊരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇച്ചിരി സമയം എടുക്കെങ്കിലും കൂടിയിട്ട് സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം ഒരുപാട് പേര് എനിക്ക് നേരിട്ട് അറിയാവുന്നതുണ്ട്. ഇപ്പം ആക്സിഡൻറ്റിലൊക്കെ പ്രിയപ്പെട്ടവരുടെ ലൈഫൊക്കെ പോയിട്ട് അവർ കഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ ഒത്തിരി പേരത് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനമായിരിക്കും ഇങ്ങനത്തെ ഒരുപാട് ടെക്നിക്സൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടിട്ട് തന്നെ ഇത്തവണത്തെ യാത്ര ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയൊക്കെ പോയത് കൊണ്ടിട്ടും തന്നെ നമ്മൾ ഒത്തിരി സമയം എടുത്തു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ സേഫായിട്ട് എത്തുന്നതിലും വലിയ കാര്യമൊന്നും അല്ലല്ലോ വേഗത്തിലെത്തുക എന്നുള്ളത്. നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് ട്രിപ്പ് തന്നെയാണ്. കാരണം നമ്മളെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് നിർത്തിയൊക്കെ പോകാവുന്നതുകൊണ്ട് റോഡ് ട്രിപ്പായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എനിക്ക് പൊതുവേ ഈ റൂട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഗ്രീനറിയാണ്. എന്തോ ഭയങ്കര ഒരു സ്പെഷ്യൽ ഭംഗിയാണ് ഈ സ്ഥലത്ത് കൂടെ വരുന്ന സമയത്ത്. 2 ഭാഗത്തും ഭയങ്കര കാടുകളും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ഭംഗിയാണ്. അത് നേരിട്ട് കാണുമ്പോഴാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആളുകൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ നമ്മളിതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം 2 ഭാഗത്തുമായിട്ട് ഒരുപാട് മാനിൻ്റെ കൂട്ടങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ചൊന്ന് സ്ലോ ആക്കി വണ്ടി, കാരണം കുഞ്ഞിന് അതിനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ കുറച്ചൊന്ന് സ്ലോ ആക്കി. അപ്പം ഞാനിരുന്ന് ഈ സൈഡിൽ വന്നിട്ട് കുറച്ച് ദൂരത്തേക്കാണ് മാനൊക്കെ ഉണ്ടായിരുന്നത്. ഇതാ കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാൻ എനിക്ക് വാക്കുകളില്ല. അത്രയും ഭംഗിയാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. പറയുമ്പോൾ ഇതൊരു റോഡാണ്, പക്ഷേ റോഡിൻ്റെ 2 സൈഡിലും അവർ ഉള്ള സാധനങ്ങളൊക്കെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലേസസൊക്കെയാണ് ഇത്. പ്രകൃതി ഭംഗി ഇത്രയും ആസ്വദിക്കാൻ പറ്റുന്ന വേറെ സ്ഥലങ്ങളുണ്ടോയെന്ന് തന്നെ തോന്നിപ്പോവും ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കേട്ടോ. അത്രയും ബ്യൂട്ടിഫുള്ളായിരുന്നു. വഴിനീളം നമുക്ക് സൈൻ ബോർഡ്സൊക്കെ ഉണ്ടായിരുന്നു, എവിടെ എന്തൊക്കെ ആനിമൽസിനൊക്കെ കാണാൻ പറ്റും. പിന്നെ അവയർനെസ്, ലൈക്ക് നമ്മൾ പ്ലാസ്റ്റിക് എറിയാൻ പാടില്ല, ആനിമൽസിനെ ഫീഡ് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാട്ടിക്കൂടുള്ളൊരു വലിയ യാത്രയ്ക്ക് ശേഷം എന്താ നമ്മൾ തമിഴ്നാട് ബോർഡറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കർണാടക ബോർഡർ കഴിഞ്ഞതാ ഇവിടെയാണ് തമിഴ്നാട് ബോർഡർ തുടങ്ങുന്നത്. അപ്പം കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് നമ്മൾ കേട്ടോ. ഞാൻ കുറേ നേരമായിട്ട് ആനകൾക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഒന്നാമത്തെ എൻ്റെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. അറ്റ് ലാസ്റ്റ് ദാ നമ്മൾ കണ്ടു, പക്ഷെ ഒത്തിരി ദൂരത്തായിരുന്നു. അതുകൊണ്ട് കുഞ്ഞു ശരിക്കും കണ്ടില്ല എന്ന് വേണം പറയാൻ. അവൻ അതിൻ്റെ ഇടയ്ക്കുള്ള ഈ ചെറിയ പുഴയുണ്ടായിരുന്നു, അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ കുറേ തുമ്പികളും ഒക്കെ ഉണ്ടായിരുന്നു, അതും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതും കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു കൂട്ടം മയിലുകളുണ്ടായിരുന്നു. അപ്പോൾ യൂഷ്വലി ഇതിന് എത്ര എടുത്ത് കാണാറില്ല കേട്ടോ.
അങ്ങനെ നമ്മളിതാ തമിഴ്നാട് ബോർഡറൊക്കെ കഴിഞ്ഞ് കേരളത്തിലോട്ട് എൻ്റർ ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇനി ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ പോവാണ്. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മളിതാ നിലമ്പൂർ ഫോറസ്റ്റ് കൂടിയുള്ള യാത്രയിലേക്കാണ് ഈ പോകുന്നത്. ഇപ്പം ഹെയർ പിൻ വളവുകളുണ്ട് ഇവിടെ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെ എത്തി. ചെറിയൊരു കാടും കൂടെ ഉണ്ട്. നമ്മൾ കർണാടകയുടെ ഫോറസ്റ്റ് കൂടിയും തമിഴ്നാടിൻ്റെയൊക്കെ കൂടെ കഴിഞ്ഞ് നമ്മൾ കേരളത്തിൻ്റെ ചെറിയൊരു ഫോറസ്റ്റ് കൂടിയാണ് പോകാൻ പോകുന്നത്. എപ്പോഴൊക്കെ ഈ റൂട്ടിന് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. യൂഷ്വലി എനിക്ക് അങ്ങനെ ഉണ്ടാവാറില്ല. എന്താണെന്നറിയത്തില്ല, ഈ ഏരിയൻ്റെ പ്രത്യേകതയാണോന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഏകദേശം നാട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ എത്താറായിട്ടുണ്ട്. നമ്മളെത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. പിന്നെ ഭയങ്കര ട്രാഫിക്കും മഴയും റോഡ് പണിയും എല്ലാം കൂടിയായിട്ട് നമ്മൾ കുറച്ച് ലേറ്റായി. പിന്നെ നമ്മൾ സ്ലോ ആയിട്ടാണ് പൊതുവെ ഇത്തവണ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ.